ഹായ്, വെൽക്കം ടു ഡെവഡോപ്സ്. ഞാൻ അബ്ദുൽ ഹദ്. നമ്മളുടെ ഫസ്റ്റിലത്തെ വീഡിയോ മുതൽ കാണുന്നവർക്കറിയാം, നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദയവേത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. നമ്മൾ ഈ സീരീസിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന 5 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബ്രൗസ് ചെയ്യാം, ഓരോ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ സിസ്റ്റം ഓൺ ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ എനിക്കിവിടെ താഴെ നോക്കുമ്പോൾ വൈഫൈയുടെ ഓപ്ഷനിൽ ഈ നമ്മളുടെ ഈ സ്പീക്കറിൻ്റെ ഒരു പടവും അതുപോലെ ഒരു ഭൂമിയുടെ പോലത്തെ ഒരു ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ വൈഫൈയുടെ ഓപ്ഷനുണ്ട്, ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനുണ്ട്, അതുപോലെ എയറോപ്ലെയിൻ മോഡ്, നൈറ്റ് ലൈറ്റ്, ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്? നമുക്കിപ്പോൾ വേണ്ടത് നമുക്ക് നമ്മളുടെ വൈഫൈ ഇതിലേക്ക് കണക്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ക്രോമിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ഗോൾ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വൈഫൈയുടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേറൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകും. അതിൽ നമുക്ക് വൈഫൈ ഇവിടെ കാണാൻ സാധിക്കും, ഓഫായി കിടക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമോ മൗസിൽ, അപ്പോൾ അത് ഇങ്ങനെ ഓപ്ഷൻ വരും. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈകൾ കാണിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വൈഫൈ എൻ്റെ സിസ്റ്റത്തിൽ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ ഓട്ടോമാറ്റിക് എൻ്റെ വൈഫൈ ഡെവലപ്സിൻ്റെ കണക്ട് ആയത്. നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡ് ഇതുപോലെ വരുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങളുടെ വൈഫൈ അവിടെ കണക്ട് ആവും. നേരത്തെ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ആ പാസ്വേഡിൻ്റെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ്ലി കണക്ട് ആയിട്ടുണ്ട് അതിലേക്ക്. ആദ്യം തന്നെ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ക്രോം ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സിസ്റ്റത്തിൽ ചിലപ്പം ക്രോം ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലും ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. താഴത്തുള്ള സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് സെർച്ച് ചെയ്യണം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സെർച്ച് ലിസ്റ്റിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇത് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിലെ സെർച്ച് ബാറിൽ നമുക്ക് ക്രോം എന്ന് സെർച്ച് ചെയ്യാം. ക്രോം ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ലിങ്കുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ടോപ്പിലൊരു ലിങ്ക് കാണാൻ സാധിക്കും. www.google.com എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള ലിങ്ക് ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺലോഡ് ബട്ടൺ വരും. അതിലൊന്നുകൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണ് നമ്മളുടെ ക്രോമിൻ്റെ സോഫ്റ്റ്വെയറിനെ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ ഇവിടെ ലെഫ്റ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫോൾഡർ 1 എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫോൾഡർ ഉണ്ട്. ഞാനപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഫയൽ അവിടെ ഓൾറെഡി ഡൗൺലോഡായി. ഇപ്പോൾ ഞാൻ അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റൺ ചെയ്തില്ല, കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. റണ്ണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയി വരും നമ്മളുടെ ക്രോമിൻ്റെ. അപ്പോൾ ആ ഷോർട്ട് കട്ടിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേയധികം അക്കൗണ്ടുകളുണ്ട് എൻ്റെ. അപ്പം അത് മൈൻഡ് ചെയ്യേണ്ടത് വിട്ടേക്ക്. അപ്പം നമുക്ക് എങ്ങനെ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ഇനി ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിൽ സൈൻ ഇൻ ഓപ്ഷനും ഉണ്ട്, കണ്ടിന്യൂ വിത്തൗട്ട് ആൻ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ നമ്മുടെ അടുത്ത് ഫസ്റ്റ് നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും ചോദിക്കും. ലാസ്റ്റ് നെയിം നമുക്ക് ഓപ്ഷനല്ല. അപ്പോൾ ഫസ്റ്റ് നെയിം ഞാൻ അബ്ദുൽ അഹദ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് ജെൻഡർ സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ജെൻഡറും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് നമ്മൾക്ക് ഏത് മെയിൽ ഐ ഡി ആണ് വേണ്ടതെന്ന് അവർ ചോദിക്കും. അത് സെയിം നമ്മൾ ഫോണിലൊക്കെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഏത് മെയിൽ ഐ ഡി ആണ് വേണ്ടതെന്ന് ചോദിക്കും. അഹദ് അബ്ദുൽ അഹദ് എന്ന് അടിക്കുന്നുണ്ട്. ദാറ്റ് യൂസർ നെയിം ഇസ് ടേക്കൺ ട്രൈ അനദർ. നമുക്ക് വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഡെവഡോപ്സ് അബ്ദുൽ അഹദ്. ഓക്കെ, നമുക്കത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന പുതിയൊരു ഫീച്ചറാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഫോൺ വെച്ചിട്ട് ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിലുള്ള ഒരു സ്കാനർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ ഒരു
സിസ്റ്റത്തിൻ്റെ മോണിറ്ററിലുള്ള ഒരു QR കോഡിനെ നമുക്ക് ഫോൺ വെച്ചിട്ട് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഒരു ഓപ്പൺ ചെയ്യാനൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് വെരിഫൈ ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മളപ്പോൾ നമ്മളുടെ ഫോണിൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പം അവർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് റിക്കവറി മെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ റിക്കവറി മെയിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അത് സ്കിപ്പ് ചെയ്ത് വിടാം. ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കാനൊരു ഓപ്ഷൻ വരും. ഓക്കെ, നെക്സ്റ്റ് അടിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രൈവസി ആൻഡ് ടേംസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന് നമ്മളത്തെ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാണിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എഗ്രി ചെയ്ത് വിടുന്നു. എഗ്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ഒഫീഷ്യലി അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് അവിടെ യെസ് ഐ ആം ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ചോദിക്കും നമ്മളുടെ പ്രൊഫൈലിൽ എന്ത് നെയിമാണ് ഗൂഗിളിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടപ്പ് ടൈമിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് അബ്ദുല്ലഹദ് ഡെവ്ഡോപ്സ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റം തീം എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്ലൂ നമ്മളുടെ തീം കീപ്പ് ചെയ്യുന്നു. ഡണ്ണ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ഒഫീഷ്യലി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഇതിനകത്തൊരു യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ സെർച്ച് ബാറിൽ പോയതിനു ശേഷം യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ യൂട്യൂബിലേക്ക് പോകും. യൂട്യൂബിൽ നമുക്ക് ടോപ്പിൽ ഒരു സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പുതിയ സ്ക്രീൻ വരും. അവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒഫീഷ്യലി നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മളൊരു യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നോർമലായിട്ട് മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ നമ്മളുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നമ്മൾ ഡെവലപ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ചാനൽ കാണാൻ സാധിക്കും യൂട്യൂബിൽ. ക്രോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോമിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ ഒരു ചാനലും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ സീരീസ് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ടുള്ള സീരീസുകളിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അല്ലെങ്കിൽ ആരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട് ആളുകൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പുതിയതായിട്ട് IT-യിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.